السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 119. ബലിമൃഗത്തിൻ്റെ മാംസം എന്തു ചെയ്യണം? നേർച്ച കൊണ്ടോ മറ്റോ നിർബന്ധമായ ബലികർമ്മമാണെങ്കിൽ ആ മൃഗത്തിൻ്റെ മാംസം പൂർണ്ണമായും ഫക്കീർ മിസ്കീൻ ഗണത്തിൽപ്പെട്ട ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. അത് പൂർണ്ണമായും മുളഹി അവർക്ക് നൽകിയേക്കണം. ഉലഹിയത്ത് നിർവഹിച്ച വ്യക്തിക്കോ അയാളുടെ അനന്തരാവകാശികൾക്കോ മറ്റു ധനികർക്കോ അപ്രകാരം തന്നെ അഹ്ലുബൈത്തിൽപ്പെട്ട തങ്ങന്മാർക്കോ ഒന്നും അതിൽ നിന്ന് ഒരൽപ്പം പോലും ഉപയോഗിക്കാൻ പാടില്ല. അത് കടുത്ത ഹറാമാണ്. എന്നാൽ സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ അതിൽ നിന്ന് മാ യുത്ലഖു അലൈഹിൽ ലഹ്മു, ഇറച്ചി എന്ന് പറയപ്പെടാൻ മാത്രമുള്ള ഒരു അംശം, 500 ഗ്രാമോ മറ്റോ ഒരു ഫക്കീറിനോ മിസ്കീനിനോ സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. അത്രമാത്രമേ നിർബന്ധമുള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും മുളഹിക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, അവന് തിന്നാം, അവൻ്റെ ആശ്രിതർക്ക് നൽകാം. ബാക്കിയുള്ളത് മുഴുവനും വേണമെങ്കിൽ അവന് ധനികർക്ക് ഹദിയ കൊടുക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിലും സുന്നത്തായ ഉദ്ഹിയ്യത്തിലെ മാംസം വിതരണം ചെയ്യുന്നിടത്ത് ഏറ്റവും ശ്രേഷ്ഠമായ രീതി ഒരൽപ്പം ബറക്കത്തിന് മാത്രം മുളഹി എടുക്കുക. അത് കരളിൽ നിന്നായാൽ വളരെ വിശേഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി മുഴുവനും സാധുക്കൾക്ക് സ്വതക്കയായി നൽകുക. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. ഇനി ഈ അഫ്ദലായ രൂപം സ്വീകരിക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സുന്നത്തായ രൂപമുണ്ട്. അതെന്താണ്? 1/3 ഭാഗം മുളഹി എടുക്കുന്നു, ബാക്കി മുഴുവനും സാധുക്കൾക്ക് സ്വതക്ക ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ഒരു രൂപമുണ്ട്, അങ്ങനെയും ആവാം. അതെന്താണ്? 1/3 ഭാഗം മുളഹി എടുക്കുന്നു, 1/3 ഭാഗം സാധുക്കൾക്ക് ധർമ്മം ചെയ്യുന്നു, 1/3 ഭാഗം ധനികന്മാർക്ക് ഹദിയയായി കൊടുക്കുന്നു. ഇങ്ങനെയും ആവാം. അപ്പോൾ നിർബന്ധമായും കൊടുക്കേണ്ട ഒരൽപ്പം അത് ഏതെങ്കിലും ഒരു ഫക്കീറിനോ ഒരു മിസ്കീറിനോ കൊടുത്തിരിക്കണം. അത് തൻ്റെ നാട്ടിൽ, അഥവാ ഉദ്ഹിയ്യത്ത് ആരുടെ ഉദ്ഹിയ്യത്താണോ അയാളുടെ നാട്ടിൽ പരിധിയിൽപ്പെട്ട ഒരു ഫക്കീറിന് അല്ലെങ്കിൽ മിസ്കീനിന് നൽകിയിരിക്കണം. അത് നിർബന്ധമാണ്. ഉദ്ഹിയ്യത്ത് മാംസം ഒരിക്കലും അമുസ്ലിമീങ്ങൾക്ക് നൽകാൻ പാടില്ല. അത് ഒരു ഖുർബാനയുടെ ഭാഗമായുള്ള മാംസമായതുകൊണ്ട് അമുസ്ലിമീങ്ങൾക്ക് അതിന് അവകാശമില്ല. ഫക്കീർ മിസ്കീൻ ഗണത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിച്ചിട്ടുള്ള ഉദ്ഹിയ്യത്ത് മാംസം അവരുടെ ഉടമാവകാശത്തിലാണ്. അതുകൊണ്ട് ആ മാംസം അവർക്ക് ഏത് രീതിയിലും കൈകാര്യം ചെയ്യാം. അവർക്ക് തിന്നാം, മറ്റുള്ളവർക്ക് കൊടുക്കാം, ദാനം ചെയ്യാം, വിൽപ്പന വരെ നടത്താവുന്നതാണ്. പക്ഷെ അങ്ങനെ വിൽപ്പന നടത്തുമ്പോഴും തന്നോട് ആ ഇറച്ചി വിലക്ക് വാങ്ങുന്നത് ഒരിക്കലും കാഫിറാകാൻ പാടില്ല, കാഫിറിനെ വിൽക്കാൻ പാടില്ല. അത് തെറ്റാണ്. എന്നാൽ ധനികന്മാർക്ക് ലഭിച്ചിട്ടുള്ള മാംസം ആ ധനികന്മാർ കഴിക്കുകയല്ലാതെ അവരുടെ വീട്ടിൽ വന്ന ആളുകൾക്ക് വിരുന്നൂട്ടുകയല്ലാതെ അവരെ ഭക്ഷിപ്പിക്കുകയല്ലാതെ ഒരു കാരണവശാലും ദാനം ചെയ്തുകൊണ്ടോ വിൽപ്പന നടത്തിക്കൊണ്ടോ, എത്രത്തോളം പൂച്ചക്ക് വരെ കൊടുത്തുകൊണ്ട് ഉള്ള രൂപത്തിൽ ക്രയവിക്രയം നടത്താൻ, കൈകാര്യം ചെയ്യാൻ ധനികന്മാർക്ക് അവകാശമുണ്ടാകുന്നതല്ല.
മാംസത്തിൻ്റെ വിഷയത്തിൽ അനന്തരാവകാശമുണ്ടാകുമോ? മുദഹിയുടെ അനന്തരാവകാശികൾക്ക് ഈ മാംസത്തിൽ അനന്തരാവകാശമുണ്ടാകുമോ? അനന്തരാവകാശം ഉണ്ടാവുകയില്ല. ഈ മാംസത്തെ മുദഹി ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുവോ ആ രീതിയിൽ അനന്തരാവകാശികൾക്കും ചെയ്യാമെന്നല്ലാതെ ഉദഹിയത്ത് നിർവഹിച്ച വ്യക്തി മരണപ്പെടുന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഉടമാവകാശം അനന്തരാവകാശികളിലേക്ക് നീങ്ങുകയും ആ മാംസത്തിൽ അനന്തരാവകാശികൾക്ക് ഏത് രീതിയിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉടമാവകാശം ഉണ്ടായിത്തീരുകയും ചെയ്യില്ല. അതോടൊപ്പം കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിർബന്ധമായും സാധുക്കൾക്ക് കൊടുക്കുന്ന ഒരൽപ്പം നിർബന്ധമായും കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ. അത് പച്ചയായി തന്നെ കൊടുക്കുകയും വേണം എന്നുകൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ചുരുക്കത്തിൽ സുന്നത്തായ ഉദ്ഹിയ്യത്ത് ആകുമ്പോഴും വിതരണം ചെയ്യുന്നിടത്ത് നല്ല ശ്രദ്ധ പുലർത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഉദ്ഹിയ്യത്ത് തന്നെ പരിഗണിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരാനുള്ള സാധ്യതകളും ഉണ്ട്. ആകയാൽ ശ്രദ്ധയോടെ കഴിവിൻ്റെ പരമാവധി അഫ്ളലായ രീതി തന്നെ സ്വീകരിച്ചുകൊണ്ട് ഉദ്ഹിയ്യത്ത് മാംസം വിതരണം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.